ഒരു വിദ്യാർത്ഥിയാണ്. ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ മത്സരിക്കുന്ന വിവരം വിദ്യാർത്ഥിയാണ്. ഈ സ്കൂളിലെ 2024-2025 ഞാൻ 7th പഠിക്കുന്നു. ഈ വരുന്ന 2024-2025 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ ഞാൻ 2024-2025 അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരെയും എനിക്ക് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാനാണെങ്കിലും നിങ്ങൾ എന്നെ ഒഴിവാക്കിയാൽ നിങ്ങളുടെ എല്ലാ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2024-2025 അധ്യയന വർഷത്തിലെ 7th പഠിക്കുന്നു. എന്റെ പേര് സ്നേഹമില്ല. 2024-2025 അധ്യയനത്തിലെ പാർലമെന്റ് ഇലക്ഷനിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. 2024-2025 അധ്യയന വർഷത്തെ സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജോഷ. ഈ വിദ്യാലയത്തിന്റെ സ്കൂൾ ലീഡറായി സ്ഥാനമേൽക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനും വേണ്ടി പ്രയത്നിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ഈ വിദ്യാലയത്തിന്റെ അസിസ്റ്റന്റ് ലീഡറായി സ്ഥാനമേൽക്കുന്നു. സ്കൂൾ ലീഡറിനെയും അസിസ്റ്റന്റ് ലീഡറിനെയും കണ്ടില്ലേ? ഞാൻ മകൻ ജോർജ് ഈ വിദ്യാലയത്തിന്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായി സ്ഥാനമേൽക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് മിനിസ്റ്ററായി സ്ഥാനമേൽക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ ഡിസിപ്ലിൻ ക്ലീനിനസ് മിനിസ്റ്ററായി സ്ഥാനമേൽക്കുന്നു. അസിസ്റ്റന്റ് മിനിസ്റ്ററായി സ്ഥാനമേൽക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ അസിസ്റ്റന്റ് ലീഡർ ജസ്വിൻ ആന്റണി മിനിസ്റ്ററായി സ്ഥാനമേൽക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനും ഈ വിദ്യാലയത്തിന്റെ അഗ്രികൾച്ചർ ലീഡറായി അസിസ്റ്റന്റ് ഞാൻ ഗോവിന്ദ് വിജയ് ഈ വിദ്യാലയത്തിന്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായി സ്ഥാനമേൽക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ ഹെൽത്ത് മിനിസ്റ്ററായി സ്ഥാനമേൽക്കുന്നു. ഞാൻ ഈ വിദ്യാലയത്തിന്റെ കൾച്ചറൽ